2024 മാർച്ച് 30 ഞാൻ അകം കൊട്ടാരത്തിൽ എത്തിച്ചേർന്നത്. 20 രൂപയാണ് കൊട്ടാരത്തിലേക്ക് കയറാനുള്ള പാസിംഗ് ഫീസ്. വിദേശികൾക്ക് 100 രൂപയോളം വരും. ഇത് ഓൺലൈനായിട്ട് അടച്ച് വേണം പാസ് എടുത്തകത്ത് കയറാൻ. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സന്ദർശിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ഒരു ഗാന്ധി മ്യൂസിയമായിട്ടാണ് ഈ കൊട്ടാരം പൊതുവെ സംരക്ഷിച്ചിരിക്കുന്നത്. ഇനി കൊട്ടാരത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം AD 1890-കളിൽ സുൽത്താൻ മുഹമ്മദ് ഷാ ഖാൻ എന്ന ഭരണാധികാരിയാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. അങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം. 2000-ഓളം ആൾക്കാർ ഏകദേശം 5 വർഷം പണിയെടുത്താണ് ഈ കൊട്ടാരം പൂർത്തീകരിച്ചത്. 13 ഏക്കറോളം വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടി. മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കസ്തൂർബ ഗാന്ധിയെയും സെക്രട്ടറി മഹാദേവ് ദേശായിയെയും ഈ കൊട്ടാരത്തിലാണ് തടങ്കലിൽ പാർപ്പിച്ചത്. ആ സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പലതും ഇപ്പോഴും ഇവിടുത്തെ മുറികളിൽ മ്യൂസിയമായി സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് ഈ കൊട്ടാരവും പരിസരവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മഹാത്മാഗാന്ധി സ്മാരക നിധിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇത് ഒരു മഹാത്മാഗാന്ധി മ്യൂസിയമായി അറിയപ്പെടുന്നു. അതിനുശേഷം ഞാൻ കൊട്ടാരവും പരിസരവും കാണുവാൻ തുടങ്ങി. കൊട്ടാരവും പരിസരവും തറനിരപ്പിൽ നിന്ന് വളരെ ഉയർത്തിയാണ് പണിതിരിക്കുന്നത്. ഇത് വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രീയ രീതിയാണ്. ഞാനിതെല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേണ്ടുവോളം ഈ കാഴ്ചകളെല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ്.
പരിസരവും കണ്ടതിന് ശേഷം കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണുവാനായിട്ട് കൊട്ടാരത്തിലേക്ക് കയറി. ഗാന്ധിജി സമരം ചെയ്ത കാലത്തെ ചരിത്രരേഖകളും ഗാന്ധിജിയുടെ ശില്പവും എല്ലാം ഇവിടെയുണ്ട്. അത് കണ്ടു. അങ്ങനെ മ്യൂസിയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ കണ്ടു.
മ്യൂസിയം എല്ലാം കണ്ടതിന് ശേഷം അഗ ഖാൻ കൊട്ടാരത്തിൻ്റെ ചെറിയ കാഴ്ചകളും കൂടെ കണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിച്ചു.